നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകും. സുപ്രീം കോടതി കൊളീജിയം നൽകിയ ശുപാർശ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയതോടെയാണ് സൗമൻ സെൻ കേരള ഹൈക്കോടതിയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. ഡിസംബർ 18 ജസ്റ്റിസ് സൗമൻ സെന്നിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാനായി സുപ്രീം കോടതി കൊളീജിയം ശുപാർശ നൽകിയത്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ ജനുവരി 9 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് സെൻ എത്തുക. ജനുവരി 9 പുതിയ ചീഫ് ജസ്റ്റിസായി സെൻ ചുമതലയേൽക്കുന്നത്. കൊൽക്കത്ത സ്വദേശിയായ ജസ്റ്റിസ് സൗമൻ സെൻ 1991 അഭിഭാഷക ജോലിയിലേക്ക് പ്രവേശിച്ചത്. 2011 ഏപ്രിൽ 13 കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മേഘാലയ ചീഫ് ജസ്റ്റിസ് ആയി നിയമിക്കപ്പെട്ടത്. 2027 ജൂലൈ 27 വരെയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി അദ്ദേഹത്തിന്റെ കാലാവധി. എന്തായാലും അദ്ദേഹം ജനുവരി 9 ചുമതലയേൽക്കും. സുപ്രീം കോടതി കൊളീജിയം നൽകിയ ശുപാർശ അംഗീകരിച്ചാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. നിലവിൽ മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം. ഡിസംബർ 18 അദ്ദേഹത്തിന് ഈ ഒരു കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആക്കാൻ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ നൽകിയത്. അത് അംഗീകരിക്കപ്പെടുകയായിരുന്നു. എന്തായാലും ചീഫ് ജസ്റ്റിസായി അദ്ദേഹം എത്തുകയാണ് കേരള ഹൈക്കോടതിയിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും കേരള ഹൈക്കോടതിയുടെ തലപ്പത്ത് വലിയ മാറ്റങ്ങൾ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. നമുക്ക് ഒരു വാർത്തയിലേക്ക് പോകാം. ലേല കുടിശ്ശിക വരുത്തിയവരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടി സംബന്ധിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യാനുള്ള ദേവസ്വം ബോർഡുകൾക്ക് ഹൈക്കോടതി നൽകിയ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയാണ് ഹർജി ഫയൽ ചെയ്തത്. ഹൈക്കോടതി വിധി നടപ്പാക്കുന്നത് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗുരുവായൂർ ദേവസ്വം സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. കുടിശ്ശിക വരുത്തിയവരിൽ നിന്ന് പലിശ സഹിതം പണം തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ 6 മാസത്തിലൊരിക്കൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. എല്ലാ വർഷവും ജനുവരി, ജൂലൈ മാസങ്ങളിൽ ഈ റിപ്പോർട്ട് ഫയൽ ചെയ്യാനാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചത്. എന്നാൽ കുടിശ്ശിക തിരിച്ചു പിടിക്കുന്നതിന് റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതായും എന്നാൽ അവ 6 മാസത്തിലൊരിക്കൽ കോടതിയെ അറിയിക്കുന്നത് പ്രായോഗികമല്ലെന്നുമാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ നിലപാട്. കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകൾക്കുമാണ് ദേവസ്വം ബെഞ്ച് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാത്രമാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അഭിഭാഷകൻ ML ജിഷ്ണു ദേവസ്വം ബോർഡിന് വേണ്ടി ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.